തുരങ്കപാത യഥാർത്ഥത്തിൽ ഈ വയനാടിൻ്റെ മാത്രമല്ല കേരളത്തിൻ്റെ ആകെ ഒരു നല്ല പദ്ധതിയാണ്, ഒരു പ്രോജക്റ്റാണത്. ആ തുരങ്കപാത ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ എനിക്ക് തോന്നുന്നത് LDF ഗവൺമെൻറ് കാലത്ത് 2021-22 കാലഘട്ടത്തിൽ ആരംഭിച്ചതാണ്. അതിൻ്റെ ആദ്യഘട്ടം എന്നുള്ള നിലയിൽ വളരെ വിദഗ്ധമായ ഒരു വർഷക്കാലം അതിനു വേണ്ടിയിട്ടുള്ള പഠനം നടത്തി ആ പഠനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഈ പ്രോജക്റ്റ് നടപ്പിലാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ധാരണയുണ്ടായി. അതിൻ്റെ ഭാഗമായിട്ട് പാരിസ്ഥിതിക അനുമതി വേണം, കേന്ദ്ര ഗവൺമെൻറ്റിന് അനുമതി വേണം, സംസ്ഥാന ഗവൺമെൻറ് അത് സംബന്ധിച്ച് അംഗീകരിക്കണം. വിശദമായിട്ടുള്ള പരിശോധനകൾ നടത്തി. എനിക്ക് തോന്നുന്നത് കോഴിക്കോടും പിന്നെ വയനാടുമാണെന്നാണ് എൻ്റെ ഒരു ധാരണ. വലിയ രണ്ട് ഇത് സംബന്ധിച്ച് ചർച്ച ചെയ്യാനുള്ള വിപുലമായിട്ടുള്ള ഒരു വേദി ഒരുക്കി. ആ വേദിയിൽ ഇത് സംബന്ധിച്ച് വിശദമായ ചർച്ച നടത്തി. ആ ചർച്ചയിൽ എല്ലാവരും ഈ ഒരു പദ്ധതിയെക്കുറിച്ച് പ്രശംസിക്കുകയാണ് ചെയ്തത്. ആ പദ്ധതി നല്ലതാണെന്നുള്ള അഭിപ്രായങ്ങളാണ് പറഞ്ഞത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ പ്രാഥമികമായ എല്ലാ നടപടിക്രമങ്ങളും പൂർത്തീകരിച്ച് പദ്ധതിയെക്കുറിച്ച് ബഹുജനങ്ങളെ ബോധ്യപ്പെടുത്തി അതിൻ്റെ അടിസ്ഥാനത്തിൽ പ്രോജക്റ്റ് നടപ്പിലാക്കുകയാണ്. അങ്ങനെ പ്രോജക്റ്റ് നടപ്പിലാക്കുമ്പോൾ തന്നെ കേന്ദ്ര ഗവൺമെൻറ് ആ പ്രോജക്റ്റിന് അംഗീകാരം കൊടുക്കുമ്പോൾ അതിൽ സുരക്ഷിതത്വം ഏർപ്പെടുത്തേണ്ട കാര്യങ്ങളെക്കുറിച്ച് ആ പ്രോജക്റ്റ് നടപ്പിലാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒട്ടനവധി കാര്യങ്ങളെക്കുറിച്ച് ആ പ്രോജക്റ്റ് റിപ്പോർട്ടിലുണ്ട്. ആ പ്രോജക്റ്റ് റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ അത് നമ്മുടെ കൊങ്കൺ റെയിൽവേ കോർപ്പറേഷനാണ് കൊടുത്തത്. അവരാണത് ഭോപ്പാലിലുള്ളൊരു കമ്പനിക്ക്, ദിലീപ് ഒരു കമ്പനിക്ക് കൊടുത്തത്. അവരാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അവർ നടത്തിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഇപ്പോൾ ഒരു മഹാദുരന്തമുണ്ടായത്. 3 അവിടുത്തെ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നവർ, ഒരാൾ എഞ്ചിനീയറാണ്, വലിയ മഹാദുരന്തം, 2 പേർ എഞ്ചിനീയർമാരാണ്, ഒക്കെ ഉയർന്ന തലത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നവരാണ്. അവർ ആ ദുരന്തത്തിൽ മരണപ്പെട്ടു പോയി. ഇപ്പോൾ 6 പേരെ കണ്ടുകിട്ടിയിട്ടില്ല. അതിനു വേണ്ടിയിട്ടുള്ള തെരച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. നേരത്തെ ചൂരൽമലയിലുണ്ടായതുപോലെ ഒരു വലിയ ദുരന്തമാണ് ഇപ്പോൾ അവിടെ ഉണ്ടായത്. ഇങ്ങനൊരു ദുരന്തമുണ്ടായാൽ നമ്മളെല്ലാം ചെയ്യേണ്ടത് ആ ദുരന്തത്തിൽ ആളുകളെ സംരക്ഷിക്കാൻ, ജീവൻ സംരക്ഷിക്കാൻ, അതോടൊപ്പം തന്നെ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ, ഇപ്പോൾ കള്ളാടിയിലുണ്ടായതുപോലെയുള്ള ദുരന്തങ്ങൾ ആവർത്തിക്കാതിരിക്കാനുള്ള ജാഗ്രതയും തയ്യാറെടുപ്പും നടത്തുക എന്നുള്ളതാണ്. ഇപ്പോൾ നിങ്ങൾ തന്നെ പത്രക്കാരൊക്കെ അവിടെ പോയി വന്നതിന് ശേഷം അവിടെ മണ്ണൊക്കെ സംഭരിച്ച് കൂനക്കുട്ടി അവിടെ വലിയ ഒരു കുന്നുപോലെ നിറച്ചു വെച്ചു. അതൊക്കെ ഈ അപകടത്തിൻ്റെ സാധ്യത കൂട്ടിയെന്നൊക്കെ പത്രക്കാരൊക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതെന്താണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഏതായാലും അത്തരത്തിൽ ഒരു ശക്തമായിട്ടുള്ള ഒരഭിപ്രായം ഉയർന്നു വന്നിട്ടുണ്ട്. അപ്പോൾ ദുരന്തമുണ്ടാകാതിരിക്കാനുള്ള തയ്യാറെടുപ്പുകളും ജാഗ്രതയും പാലിക്കുക, അതോടൊപ്പം തന്നെ ഇതിൽ കാണിക്കേണ്ട നിയമപരമായ എല്ലാ നടപടിക്രമങ്ങളും സുരക്ഷിതത്വത്തിന് വേണ്ട എല്ലാ നടപടിക്രമങ്ങളും പാലിച്ചുകൊണ്ടേ ഈ നിർമ്മാണ കമ്പനികൾ പ്രവർത്തിക്കാൻ പാടുള്ളൂ. അതിൽ കേരളത്തിൻ്റെ പൊതുമരാമത്ത് വകുപ്പ്, കേരള ഗവൺമെൻറ് അവർ കൂടി ഇതിൻ്റെ ഒരു ഭാഗമാണ്. അവർ കൂടി ശ്രദ്ധിക്കേണ്ടതാണ്. കൊങ്കൺ റെയിൽവേ അതോറിറ്റിയും അതുപോലെ തന്നെ മറ്റ് ഏജൻസികളും എല്ലാം ഈ കാര്യങ്ങളിൽ വളരെ ജാഗ്രതയോടുകൂടി അപകടം ഉണ്ടാകാതിരിക്കാനുള്ള നടപടി സ്വീകരിച്ച് പ്രവർത്തിക്കേണ്ടതാണ്. ഇപ്പോൾ വളരെ വലിയൊരു ദുരന്തമാണ് നമ്മുടെ മുമ്പിലുണ്ടായത്. ഇതിൽ LDF സർക്കാരിൻ്റെ സമയത്ത് പരിസ്ഥിതി ആഘാത പഠനം വേണ്ട രൂപത്തിൽ നടത്തിയിട്ടില്ല എന്ന് അന്നത്തെ പ്രതിപക്ഷ നേതാവ്, ഇന്നത്തെ മുഖ്യമന്ത്രി VD സതീശൻ അതിപ്പോഴും അദ്ദേഹം പറയുന്നുണ്ട്. അപ്പോൾ അന്ന് ഈ പഠനം നടത്തുന്നതിൽ വീഴ്ച പറ്റിയിട്ടുണ്ടോ? അന്ന് ഇത്തരം പദ്ധതികളെ, ഈ കേരളത്തിൻ്റെ ഒരു സ്ഥിതി, ഏത് പദ്ധതി വന്നാലും അതിനെ എതിർക്കുക എന്നുള്ളതാണ് പ്രതിപക്ഷത്തിൻ്റെ ചുമതല എന്നാണ് അന്ന് അദ്ദേഹം ധരിച്ചു വെച്ചത്. ഇപ്പോൾ അദ്ദേഹം അതിൽ കുടുങ്ങിക്കിടക്കുകയാണ്. ഇപ്പോൾ ഏത് പദ്ധതി വരുമ്പോഴും പണ്ടെന്താ പറഞ്ഞതെന്ന് നോക്കുകയാണ്. ഇന്ന് അദ്ദേഹം ചെയ്യുന്നതിന് നേരെ എതിരാണ് അദ്ദേഹം പണ്ട് പറഞ്ഞത്. അത്തരമൊരു നിലപാട് അദ്ദേഹം അന്നേ സ്വീകരിക്കാൻ പാടില്ല. പ്രശ്നങ്ങൾ എന്താണ്, ഒരു പ്രോജക്റ്റിനെ കുറിച്ചുള്ള കാര്യം എന്താണ് എന്ന് പരിശോധിച്ചുകൊണ്ട് വേണം കാര്യങ്ങൾ അവതരിപ്പിക്കാൻ. ഈ പദ്ധതിയെക്കുറിച്ച് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ അനുമതിയില്ലാതെ ഒരു പദ്ധതി തുടങ്ങാൻ സാധിക്കില്ല. പാരിസ്ഥിതിക അനുമതിയില്ലാതെ നടത്താൻ വേണ്ടി സാധിക്കില്ല. എല്ലാ നടപടിക്രമങ്ങളും പൂർത്തീകരിച്ചുകൊണ്ടേ ഒരു പ്രോജക്റ്റ് നടപ്പിലാക്കാൻ സാധിക്കൂ. പിന്നെ വേണ്ട വിധം എന്തടിസ്ഥാനത്തിലാണ് പറയുന്നതെന്ന് എനിക്കറിഞ്ഞുകൂടാ. ഞാൻ മനസ്സിലാക്കിയിട്ട് ശരിയാണെങ്കിൽ 2022 മുതൽ ഇതിൻ്റെ പഠനം നടത്തി. 1 വർഷക്കാലം നീണ്ട പഠനത്തിന് ശേഷം 23-ലാണ് ഇതിൻ്റെ കേന്ദ്ര അനുമതിക്ക് വേണ്ടിയും മറ്റും ആവശ്യപ്പെട്ടത്. പാരിസ്ഥിതിക അനുമതി ലഭ്യമാകുന്നത് 25-ലാണ്. 26 സംസ്ഥാന ഗവൺമെൻറ് അനുമതി കിട്ടി, കേന്ദ്ര ഗവൺമെൻറ് അനുമതി കിട്ടി. കേന്ദ്ര ഗവൺമെൻറ് അതിൽ ഏതാണ്ട് 60 ഇനങ്ങൾ ഈ റെക്ടിഫിക്കേഷൻ വേണ്ടി, ഇതിൽ ജാഗ്രത പാലിക്കാൻ ചില നിർദ്ദേശങ്ങൾ 60 ഇനങ്ങളിൽ സൂക്ഷ്മമായ നിരീക്ഷണങ്ങളും നടപടികളും വേണമെന്ന് പറഞ്ഞുകൊണ്ടുള്ള നിർദ്ദേശങ്ങൾ
അടക്കം വെച്ചുകൊണ്ടാണ് കേന്ദ്ര ഗവൺമെൻറ് അതിന് അനുമതി നൽകിയിട്ടുള്ളത്. ആ അനുമതികളെല്ലാം ഉപയോഗിച്ചുകൊണ്ടാണ് ഇവിടെ ഈ വർക്ക് ആരംഭിച്ചിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഒരു അപകടം സംഭവിച്ചു, ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്തതാണ്. ആ ദുഃഖത്തിൽ പങ്കുചേരുക, അത് അവസാനിപ്പിക്കാൻ നോക്കുക ജനങ്ങൾ. അതിന് പകരം ഉടനടി എന്താ വിവാദം, ഉടനടി ആരെ ആക്ഷേപിക്കാൻ സാധിക്കുക? ഇത് തുടങ്ങിയവരെ ആക്ഷേപിക്കാൻ സാധിക്കുമോ? അതിൽ നിന്നും ഒരു നല്ല പ്രവണതയല്ല. ഭരിക്കാൻ നോക്ക്, കാര്യങ്ങൾ നല്ല നിലയിൽ കേരളത്തിൻ്റെ താല്പര്യം സംരക്ഷിക്കാൻ നോക്കുക. അതാണ് മുഖ്യമന്ത്രിയും ചെയ്യേണ്ടത്, മന്ത്രിമാരും ചെയ്യേണ്ടത്. അതിന് പകരം ഏത് പ്രശ്നം കിട്ടിയാലും ഇതൊരു നല്ല ശീലമല്ല. അത് മന്ത്രിമാരാണ് റെക്ടിഫൈ ചെയ്യേണ്ടത്, അവർക്കാണ് അതിൻ്റെ പ്രധാന ഉത്തരവാദിത്വം. ഇപ്പോൾ കണ്ടുവരുന്ന ഏത് കാര്യങ്ങളെടുത്ത് നിങ്ങൾ നോക്കിക്കോളൂ, ഇത്തരം ഒരു പ്രവണത കാണാം. ഈ അപകടം ആരെങ്കിലും ഉണ്ടാക്കിയതാണോ? ഒരു പ്രകൃതി ദുരന്തമല്ലേ? ചൂരൽമല അപകടം ആരെങ്കിലും ഉണ്ടാക്കിയതാണോ? അതിനെ എങ്ങനെ ദുർവ്യാഖ്യാനിക്കാം? ഇത് തുടങ്ങിയ കാലത്തുള്ളതിനെ, ആ തുടങ്ങിയ കാലത്താണ് ഇതിൻ്റെ ഒരു പ്രോജക്റ്റ് വരുമ്പോൾ അതിൻ്റെ എല്ലാ തരത്തിലുള്ള പഠനങ്ങളും നടത്തിയിട്ട് അന്ന് ഇവർ പ്രതിപക്ഷത്തില്ലേ? അന്ന് അവിടെയുള്ള MLA ഇല്ലേ? അന്ന് അവരാരെങ്കിലും ചൂണ്ടിക്കാണിച്ചിരുന്നോ? ഇത് സാധാരണഗതിയിൽ നിയമപരമായിട്ടുള്ള എല്ലാ നടപടികളും സ്വീകരിച്ചുകൊണ്ട് സുരക്ഷിതത്വം ഉറപ്പുവരുത്തിക്കൊണ്ട് കേന്ദ്ര സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ അനുമതികളോടുകൂടി പൊതുമേഖലാ സ്ഥാപനത്തിന് കൊടുത്ത ഒരു കരാർ വർക്ക് നടക്കുകയാണ്. സംഭവിച്ചത് മഹാദുരന്തം നമ്മുടെ കേരളത്തെ സംബന്ധിച്ച് വലിയ വേദനയുണ്ടാക്കുന്നതാണ്. അതിൽ നമ്മൾ വേദനിക്കുകയും ദുഃഖിക്കുകയും അവർക്ക് സംരക്ഷണം കൊടുക്കുകയും ഇനി ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകാതിരിക്കാൻ വേണ്ടി ജാഗ്രത പാലിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുക എന്നതാണ് ഒരു ക്രിയാത്മകമായ നടപടി. ആ നടപടികളാണ് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി സ്വീകരിക്കേണ്ടത്. ഏതെങ്കിലും വഴികളിലൂടെ സഞ്ചരിച്ച് പ്രതിപക്ഷത്തെ ഏതിനെയും ആക്രമിക്കുക, ഏതിനെയും വിമർശിക്കുക, ഏത് സ്ഥലത്തും വിവാദം ഉണ്ടാക്കുക, ശണ്ട കൂടുക, ഇങ്ങനെ പോയാലൊന്നും ഭരണം ഉണ്ടാകില്ല. അത് അവർ മനസ്സിലാക്കണം, ഭരിക്കുന്നവർ മനസ്സിലാക്കണം. അത് കേരളത്തിൻ്റെ ആകെ താല്പര്യങ്ങൾ നിഷേധിക്കാനാണ് ഇടയാക്കുക. ഇതുകൂടി മനസ്സിലാക്കി മന്ത്രിമാർ ഉത്തരവാദിത്വ ബോധത്തോടു കൂടി തന്നെ കാര്യങ്ങൾ മനസ്സിലാക്കി പ്രതികരിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്.